നമുക്കിന്ന് ഓണിയൻ പക്കോടയുടെ റെസിപ്പി ആയാലോ? അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ വലിയ 2 ഓണിയൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ, ഞാൻ കാന്താരിയാണ് എടുക്കുന്നത്. കാന്താരിയും കറിവേപ്പിലെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലതായിട്ടൊന്ന് കൈവച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയാലുണ്ടല്ലോ നമുക്ക് കുറച്ച് കടലപ്പൊടി ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടോ, നമുക്ക് ഈ പരുവത്തിലാട്ടോ മാവ് കിട്ടണ്ടേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാമേ. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോണ്ടല്ലോ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ആക്കിയിട്ട്, ഒന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഈ മാവ് എണ്ണയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അടുത്ത സൈഡിലായിട്ട് തിരിച്ചിട്ടിട്ടുണ്ടല്ലോ നല്ലതായിട്ട് മുരിയിച്ചിട്ട് നമുക്ക് വറുത്ത് കോരാട്ടോ. ഇത് അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്ത് കോരാമേ. വളരെ ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.